അമേരിക്കൻ തരികിടയിലേക്ക് സ്വാഗതം. ഫോമ ഇലക്ഷൻ കഴിഞ്ഞു. അതിന്റെ ആലസ്യത്തിലാണ് നമ്മൾ. ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തോന്നുന്നത് ഇത് ഇത്തിരി കട്ടിയായി പോയില്ലേ എന്നാണ്. ഇത്രയൊക്കെ വേണോ? ഇത്രയൊക്കെ മത്സരം വേണോ? ഇതൊരു ക്ലാസ്സിലെ മോണിറ്ററുടെ ഇലക്ഷൻ നടത്തുന്നത് പോലെ ആ സമയത്ത് ഒരു ഇലക്ഷൻ നടത്തി 5 മിനിറ്റ് കഴിഞ്ഞ് അതിന്റെ ആ ക്ഷീണം അന്നേരം തന്നെ മാറേണ്ടതാണ്. ഇത് ദീർഘനാളത്തെ പ്രചാരണം, കടുത്ത പ്രചാരണം, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരിയറിൽ ഒടുവില് കടുത്തൊരു ഇലക്ഷൻ. അതിനുശേഷം കുറച്ചുപേര് തോക്കുന്നു, കുറച്ചുപേര് ജയിക്കുന്നു. എന്തായാലും ഇതൊരു അനാശാസ്യമായ ഒരു കാര്യമായിട്ട് തോന്നുന്നു. ഇത് വളരെ ദുഃഖകരമാണ്. ഇത്രയും വലിയൊരു മത്സരത്തിന്റെ കാര്യം എന്താ? ഇതെന്താ അമേരിക്കൻ പ്രസിഡന്റോ അതോ കേരള മുഖ്യമന്ത്രിയോ? എന്തോ അധികാരമുള്ള 10 പൈസയുടെ പ്രയോജനമുള്ള ഒരു കാര്യമാണെങ്കിൽ തരക്കേടില്ല. കയ്യിലെ കാശ് പോകുന്ന കാര്യമാണ്. അതിന് ഇത്രയധികം മത്സരം അത് തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഒഴിവാക്കേണ്ടതാണ്. അതാ അവസാന നിമിഷം നമ്മൾ ജനറൽ ബോഡി കൂടുമ്പോൾ ആ വോട്ടർമാർ ഡെലിഗേറ്റുകൾ സമ്മേളിക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ ഓരോ പ്രസംഗം നടത്തണം. അത് കണ്ടിട്ട് ആളുകൾ വോട്ട് ചെയ്യണം. അത്രേ വേണ്ടൂ. അല്ലാതെ സുദീർഘനാളത്തെ പരിശ്രമവും പ്രചാരണവും കാലുവാരലും ചെളിവാരിയലും ഇതിന്റെയൊക്കെ ആവശ്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇതുകൊണ്ടൊക്കെയുള്ള പ്രയോജനം എന്താണെന്നും മനസ്സിലാകുന്നില്ല. അത് ഭാവിയിലേക്കെങ്കിലും നമുക്കൊരു ചൂണ്ടുവലകയാകാൻ തീർച്ചയായിട്ടും ശ്രമിക്കേണ്ടതുണ്ട്. ഇനി ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ജെട്ടി വിവാദത്തെ പറ്റിയാണ്. അപ്പൊ വനിതകൾ ഇട്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ ചിന്തിക്കുന്ന ഒരു വിഷയം. അപ്പൊ അതിനു മുമ്പ് അമേരിക്കയിൽ സുപ്രധാനമായ രണ്ടു മൂന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, പ്രസിഡന്റ് ട്രംപിന്റെ ടാക്സ് എവിടുന്നോ ചോർത്തിയെടുത്ത് ന്യൂയോർക്ക് ടൈംസ് വലിയ ഭയങ്കര സംഭവമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് അമേരിക്ക ഒട്ടാകെ കൊള്ളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് പറയുന്നത് ട്രംപ് 2016-ലും 2017-ലും $750 വെച്ച് ടാക്സ് കൊടുത്തു, ഇൻകം ടാക്സ് കൊടുത്തു. അതിനു മുമ്പത്തെ 15 വർഷത്തിൽ 10 വർഷവും ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ട്രംപ് ഒരു മിടുക്കനാണ്. ഇതാണ് ഈ ലൂസർ എന്ന് ട്രംപ് എപ്പോഴും പറയുന്ന ഇതാണ്. ടാക്സ് ഒക്കെ കൊടുക്കുന്നവരാണ് ലൂസേഴ്സ്, ടാക്സ് ഒക്കെ കൊടുക്കാതിരിക്കുന്നവർ മിടുക്കന്മാര്. ഇപ്പം യുദ്ധത്തിലൊക്കെ മരിക്കുകയോ അല്ലെങ്കിൽ തടവുകാരാക്കപ്പെടുകയോ ചെയ്യുന്നവരൊക്കെ ലൂസേഴ്സ് എന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. അപ്പം അദ്ദേഹം ഒരു മിടുക്കനാണെന്നുള്ളത് സമ്മതിക്കണം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഏത് കച്ചവടക്കാരനാണ് ഈ മര്യാദ കാണിക്കുന്നത്, കൃത്യം കണക്ക് കാണിക്കുന്നത്? ഞാനിപ്പോ ഒരു ട്രംപ് അനുകൂലിയോ പ്രതികൂലിയോ അല്ല, എങ്കിൽ പോലും ഞാൻ ചോദിക്കുകയാണ്, ഏത് കച്ചവടക്കാരനാണ് കൃത്യമായി കണക്ക് കാണിക്കുന്നത്? എല്ലാ കച്ചവടക്കാരും എവിടെയെങ്കിലും പഴുതുണ്ടെങ്കിൽ അതിലൂടെ കാശ് നികുതി കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കും. ആകെപ്പാടെ നമ്മളെപ്പോലുള്ള ഈ സാധുക്കള്, ഈ ചെറിയ ജോലി ചെയ്യുന്നവര്, അത് കൃത്യം ശമ്പളമാണ്, അത് കൃത്യം എണ്ണിച്ചുട്ടി കിട്ടുന്നതാണ്. അതിൽ നിന്ന് സർക്കാർ പിടിച്ചെടുത്തോണ്ട് പോകും. എന്നിട്ട് അതിന്റെ ആ പൈസ എടുത്തുകൊണ്ടുപോയിട്ടാണ് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ കൊണ്ടുപോയി ബോംബ് പൊട്ടിക്കുന്നതും വെടിവെക്കുന്നതും, നമ്മുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് കാശെടുത്തിട്ട്. ഇനി വൻകിട കോർപ്പറേഷനുകൾ, ആപ്പിൾ പോലുള്ളവ, അതൊക്കെ പോലും ടാക്സ് കൊടുക്കുന്നതിന് എന്തൊക്കെയോ അഭ്യാസങ്ങളുണ്ട് അവരൊക്കെ പോലും ചെയ്യുന്നത്. എന്തൊക്കെയോ ഓവർസീസ് ഓഫീസെന്നോ ഫണ്ടിങ്ങെന്നോ എന്തൊക്കെയോ പറഞ്ഞ്. അപ്പൊ ഈ കച്ചവട രംഗത്ത് ഈ ഇവിടുത്തെ കോർപ്പറേറ്റ് ഭീമന്മാരെല്ലാം ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ട്രംപിനെ ഇതിൽ വലിയ ആക്ഷേപിച്ചിട്ടും കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. അദ്ദേഹം കച്ചവടക്കാരനാണ്, അദ്ദേഹം അത് ചെയ്തു ആവട്ടെ, അത് അദ്ദേഹത്തിന്റെ മിടുക്ക് എന്ന് കരുതാം. എന്തായാലും ഇതോർക്കുമ്പോൾ ഈ സമയത്ത് ഒരു ബോംബ് ഷെല്ല് പോലെ ആണ് ഇത് വന്നു ചാടിയത്. ഇതിനു മുമ്പ് ഒരു ബോംബ് ഷെല്ല് പോലെ വന്നു ചാടിയത് ബോബ് വുഡ്വേഡിന്റെ പുസ്തകമാണ്. ആ പുസ്തകത്തിലെ ട്രംപ് പറയുന്നത്, ട്രംപ് ഫ്രാൻസിലെ സെമിത്തേരി സന്ദർശിക്കാൻ പോകാതിരുന്ന അവരെല്ലാം ലൂസേഴ്സ് ആയതുകൊണ്ടാണ് മരിച്ചവർ, രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരിച്ച അമേരിക്കക്കാർ ലൂസേഴ്സ് ആയതുകൊണ്ടാണ് എന്ന രീതിയിലാണത് അന്ന് ആ ബോംബ് ഷെല്ല്. പക്ഷെ അത് കുറച്ച് കെട്ടടങ്ങിയെന്ന് തോന്നുന്നു. അപ്പോഴാണ് ഇപ്പൊ ഇത് ഓർക്കുമ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായ ഈ ഹിലരിയുടെ കാലത്തുണ്ടായ ഒരു പ്രധാന സംഭവം നമ്മൾ ഓർക്കുന്നുണ്ട്. ഹിലരി വാസ്തവത്തിൽ ആ ജയത്തിന്റെ അടുക്കലെത്തിയതാണ്. നമ്മളെല്ലാവരും വിചാരിച്ചാണ് ഹിലരി ഈസി ആയിട്ട് ജയിക്കുമെന്ന്. ആ സമയത്താണ് അന്ന് FBI ഡയറക്ടർ ജെയിംസ് കോമി ഒരു പ്രസ്താവന നടത്തിയത്. പ്രസ്താവനയാണ്, കോൺഗ്രസ് അംഗങ്ങളോടുള്ള ഒരു പ്രസ്താവന. അതിൽ പറയുന്നത് ഇതാണ്: അന്ന് ഹിലരി ക്ലിന്റന്റെ രണ്ടാമത്തെ പുത്രി എന്ന് പോലും വിശേഷിക്കപ്പെടുന്ന ഹ്യൂമ അബദീൻ, അവരൊരു ഇന്ത്യക്കാരിയാണ്. അവരാണ് വളരെ വർഷങ്ങളായിട്ട് ഹിലരിയുടെ സ്വന്തം മകളെ പോലെ തന്നെയായിരുന്നു, അത്രയ്ക്ക് വളരരുത്. ഇവര് ഈ ന്യൂയോർക്കിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം ആന്റണി വീനറെ കല്യാണം കഴിച്ചു. യവൻ ഒരു തല്ലിപ്പൊളിയായിരുന്നു എന്നുള്ളത് നമ്മൾ പിന്നീട് കണ്ടു. യവൻ
പിന്നെ സെക്സ് ചാറ്റും മറ്റേതും കൊച്ചുങ്ങളും ഒക്കെ ആയിട്ട് ഇടയ്ക്ക് കുറച്ചാൾ ജയിലിലും പോയി. അപ്പൊ ഈ ഹ്യൂമ അബേദിൻ പിന്നെ ഹിലരി തോക്കുന്നതിന്റെ ഒരു പ്രധാന കാര്യം അവര് ഈ വിദേശകാര്യ സെക്രട്ടറി ആയിരിക്കെ ഇമെയിൽ എല്ലാം പിന്നെ സ്വന്തം സെർവറിൽ കൂടിയാണ്, സർക്കാരിന്റെ സെർവറിൽ കൂടിയല്ല, സ്വന്തം സെർവറിൽ കൂടിയാണ് ഇമെയിൽ എല്ലാം പിന്നെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഒബാമ കാണാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം അത് ചെയ്തത്. ലോകത്തിലാരും ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിന്റെ ഇമെയിൽ ഉപയോഗിക്കുക, ആ സംവിധാനം ഉപയോഗിക്കുക. അതിന് പകരം നമ്മുടെ പേഴ്സണൽ പിന്നെ ഇത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ് ഹിലരി ചെയ്ത ഏറ്റവും വലിയ പൊട്ടത്തരം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, ഈ ഇമെയിലില് കുറെ ഭാഗം ഈ ഹ്യൂമ അബദിൻ സ്വന്തം അതുപോലെ അത്ര പിന്നെ സെക്രട്ടറി ആണല്ലോ കാര്യമായിട്ട്, അവരുടെ കമ്പ്യൂട്ടറിലും ഉണ്ടായിരുന്നു, അവരുടെ ലാപ്ടോപ്പിലും ഉണ്ടായിരുന്നു. ആ ലാപ്ടോപ്പ് ഈ കക്ഷി ആന്റണി വീണർ പിന്നെ അങ്ങേര് കേസിലൊക്കെ കുടുങ്ങിയ കക്ഷിയാണ്. ആ കക്ഷി ഈ ലാപ്ടോപ്പ് അയാളുടെ കയ്യിലുണ്ടായിരുന്നു, ഈ ലാപ്ടോപ്പ്. പിന്നെ അപ്പം ജെയിംസ് കോമി പറഞ്ഞത് ഈ ഹ്യൂമ അബേഡിന്റെ പിന്നെ ലാപ്ടോപ്പിലും ഹിലരിയുടെ ഇമെയിലുകൾ കണ്ടു, പിന്നെ കുറേയേറെ ഇമെയിലുകൾ കണ്ടു, അത് പരിശോധിക്കുന്നു. ആ അവസാന നിമിഷം ഇലക്ഷൻ ഏതാനും ദിവസം മുമ്പാണ് ഈ പ്രഖ്യാപനം വന്നത്. വാസ്തവം പറഞ്ഞാൽ ആ ഒരു പ്രഖ്യാപനം വന്നതോടുകൂടി പിന്നെ ഹിലരിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അത് ആ ഒരൊറ്റ സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഹിലരി ജയിച്ചു പോകുമായിരുന്നു. പക്ഷേ അതുപോലെയുള്ള ഒരു ഇമ്പാക്റ്റ് ഒന്നും ഈ ന്യൂയോർക്ക് ടൈംസിന്റെ പിന്നെ വെളിപ്പെടുത്തലിനോ അല്ലെങ്കിൽ ജെയിംസ് വുഡ്വേർഡിന്റെ പിന്നെ പുസ്തകത്തിനോ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പ്രധാനമായിട്ട് ഈ ടാക്സിന്റെ കാര്യത്തിൽ ടാക്സ് വെട്ടിക്കാൻ കഴിയുന്നവർ മിടുക്കർ എന്നാണ് നമ്മളെ പോലുള്ള സാധാരണക്കാർ പിന്നെ കരുതുന്നത്. ആരാ നോക്കാത്തത്? എങ്ങനെ 10 പൈസ കിട്ടുമെന്ന് ആണ് നമ്മൾ നോക്കുന്നത്. പിന്നെ മിടുക്കുള്ളവർക്ക് കിട്ടുന്നു, മിടുക്കില്ലാത്തവർക്ക് കിട്ടുന്നില്ല. പ്രത്യേകിച്ച് അമേരിക്കയിൽ ഈ സിസ്റ്റത്തെ എങ്ങനെ മുതലെടുക്കാമെന്ന് പലർക്കും അറിയാം. ഈ പിന്നെ ചെറിയ ആനുകൂല്യം മുതൽ വലിയ ആനുകൂല്യം വരെ വാങ്ങുന്ന ആ സിസ്റ്റത്തെ മുതലെടുക്കുന്നത് അതും മലയാളികൾക്കൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ ഈ നേരെ വാ എന്നുള്ള ആളുകളാണ്. പോരെങ്കിൽ ഈ കേസ് പിന്നെ ചോദ്യം ചെയ്യല് ഇതിനോടൊക്കെ നമുക്ക് കടുത്ത പേടിയുമാണ്. അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ. അപ്പൊ അതൊരു കാര്യം. രണ്ടാമത്തെ സുപ്രധാനമായ ഒരു കാര്യമുണ്ട്. നാളെ ആണ് ആദ്യത്തെ പ്രസിഡൻഷ്യൽ ഡിബേറ്റ്. ഒഹായോയിലെ കേസ് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് രണ്ടു കൂട്ടരും ചേരുന്നു. പ്രസിഡന്റ് ട്രംപും പിന്നെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡനും ഏറ്റുമുട്ടുന്നു. ഫോക്സ് ന്യൂസിന്റെ ക്രിസ് വാലസ് ആണ് മോഡറേറ്റർ. പ്രധാനമായിട്ടും ഈ കോവിഡ് കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷെ അതിനു മുമ്പ് ട്രംപ് ഇന്നലെയും ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഈ പിന്നെ ചർച്ചയ്ക്ക് മുമ്പോ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് ശേഷമോ ജോ ബൈഡന്റെ പിന്നെ വല്ല മരുന്നും കഴിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതായത് മൂത്രം പരിശോധിച്ചാൽ മതി, ഉത്തേജക മരുന്ന് വല്ലതും കഴിച്ചിട്ടുണ്ടോ എന്ന് ഈ ഓട്ടമൊക്കെ കഴിഞ്ഞ് ഓട്ടക്കാരെ അത്ലറ്റുകളെയൊക്കെ പരിശോധിക്കുന്ന പോലെ എന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. കാരണം ബൈഡന്റെ പ്രകടനം വളരെ മെച്ചപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ട്രംപ് പറയുന്ന ഒരു കാര്യം. അതെങ്ങനെ വരുന്നു, ഇങ്ങനെ മരുന്ന് കഴിച്ചാലല്ലാതെ അങ്ങനെ വരില്ല എന്നാണ് സൂചന. ഇനി മരുന്ന് പിന്നെ തന്നെയും പരിശോധിക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ലാന്ന് പ്രസിഡന്റ് പറയുകയും ചെയ്തു. അതെന്തായാലും പ്രസിഡന്റിന്റെ ആരോപണം എത്ര കണ്ട് സത്യമാണെന്ന് അറിഞ്ഞുകൂടാ. എങ്കിൽ പോലും 77 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. 77 വയസ്സാണ് പിന്നെ ബൈഡന്, 74 വയസ്സാണ് ട്രംപിന്. അപ്പൊ പ്രായമുള്ള ആളുകളാകുമ്പം അവർ മരുന്ന് കഴിച്ചോ, മരുന്ന് കഴിക്കുന്നുണ്ടോ, മരുന്ന് കഴിക്കാതെ അവർക്ക് പറയാൻ പറ്റുമോ, ഇതൊക്കെ പിന്നെ ഒരു വിവാദ വിഷയമായിട്ട് മാറുന്ന സ്ഥിതി കാണുന്നു. എന്തായാലും പിന്നെ ബൈഡന്റെ പ്രകടനം മെച്ചമായിരിക്കും എന്ന് നമുക്ക് കരുതാം. അതുകൊണ്ടാണല്ലോ ട്രംപ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇനി നാളത്തെ ഈ ഡിബേറ്റിന് വാസ്തവം പറഞ്ഞാല് നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞതാണ്, ഈ ഡിബേറ്റിന് ഇത്രയധികം പ്രാധാന്യം വന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ 1960 ആദ്യത്തെ ഡിബേറ്റിനായിരിക്കാം ഇതുപോലൊരു പ്രാധാന്യം വന്നത്. അന്നും ടെലിവിഷനിൽ കൂടിയാണ് ആദ്യമായിട്ട് ഡിബേറ്റ് വരുന്നത്, കെന്നഡിയും നിക്സണും തമ്മിൽ. അപ്പൊ ആ കെന്നഡി ടെലിവിഷനിൽ കണ്ടവരെല്ലാം കെന്നഡിക്ക് വോട്ട് ചെയ്തു. നേരെ മറിച്ച് റേഡിയോയിലൂടെ ഇത് കേട്ടവരെല്ലാം നിക്സൺ വോട്ട് ചെയ്തു. അപ്പൊ ആ കണ്ടുകൊണ്ട് ആ ഒരാളുടെ പ്രകടനം, മാനറിസം, പറയുന്ന രീതി, അതെല്ലാം ജനത്തെ ആകർഷിക്കുന്നു. അപ്പൊ ആ കണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഒരു പ്രാധാന്യം. അപ്പൊ ഇവിടെയും അതിനുശേഷം ഇത്രയധികം പ്രാധാന്യം ഡിബേറ്റിന് വരുന്നത് ഇപ്പോഴാണെന്ന് തോന്നുന്നു. ഈ ഡിബേറ്റ് കാത്തിരിക്കുകയാണ് പിന്നെ നല്ലൊരു പങ്ക് ജനങ്ങള്. ഈ പിന്നെ ബൈഡനോ അല്ലെങ്കിൽ ട്രംപിനോ വോട്ട് ചെയ്യാൻ തീരുമാനിക്കാത്തവർ, ഇതിനകം തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ലാത്തവർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഡിബേറ്റ് എങ്ങനെ പോകുന്നു. പിന്നെ ട്രംപ് ബൈഡനെ മലർത്തിയടിക്കുമോ, അതോ പിന്നെ ബൈഡൻ മണ്ടത്തരങ്ങൾ പറയുമോ, പിന്നെ വാക്കുകൾ കിട്ടാതെ വരുമോ, ഇതെല്ലാമാണ് ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന് പ്രസിഡന്റ് ആകാനുള്ള ആ ശേഷിയുണ്ടോ, ഇതെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ നാളത്തെ പിന്നെ ഡിബേറ്റ് തീർച്ചയായിട്ടും നമ്മളൊക്കെ കാണണം, കഴിയുന്ന അത്ര പേര് കാണണം. ഈ രാജ്യത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. ഇന്ത്യയിലെ പൊളിറ്റിക്സ് ഒക്കെ ഇവിടെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാശ്മീർ കാര്യവും
അവിടെ പൗരത്വ നിയമമൊക്കെ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ രാജ്യത്തെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടുത്തെ കാര്യങ്ങൾ അവിടെ നമ്മളെക്കാൾ യോഗ്യരായ ആളുകളാണ് അവിടെയുള്ളത്, ഇന്ത്യയിലുള്ളത്. അത് ഓർക്കുക. Spectrum Auto Collision Center, exceeding perfection, collision and repair. Grand opening at the West Nyack facility. 20 years experience, service you can trust. Customer satisfaction is at its best. World-class auto service facility not a world away. 175 South Route 303, West Nyack, New York. Telephone number 1-845-348-7777. ഇനി നമുക്ക് ജെട്ടി വിവാദത്തിലേക്ക് വരാം. അപ്പം ജെട്ടി വിവാദം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്, ഭാഗ്യലക്ഷ്മി ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പോയി ഒരു ഞരമ്പ് രോഗിയെ ഡോക്ടർ വിജയ് പി നായർ എന്നോ മറ്റോ പറഞ്ഞ പഴയ ഒരു മെലിഞ്ഞു തൊലിഞ്ഞ ഒരു വ്യക്തിയാണ്. ഒരു അടികൊള്ളാനുള്ള ശേഷിയൊന്നും ഈ വനിതകളുടെ 2-3 വനിതകളാണ്, ശക്തരായ കരുത്തരായ 2-3 വനിതകൾ. അവരുടെ അടികൊള്ളാനുള്ള ശേഷിയൊന്നും അങ്ങേർക്ക് ഉള്ളതായിട്ട് തോന്നിയില്ല. എന്നാലും അങ്ങേർക്ക് 2 അടി കിട്ടിയതിൽ വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ആദ്യം ഒരു അരോചകത്വം തോന്നി, ഒരു സ്ത്രീ ഒരു പുരുഷനെയൊക്കെ തല്ലിയല്ലോ എന്ന്. പക്ഷെ പിന്നീട് അയാളുടെ കയ്യിലിരിപ്പും അയാളുടെ വീഡിയോയെ പറ്റി കേട്ടപ്പോൾ, ഞാനത് കണ്ടില്ല, കാണാൻ ആഗ്രഹിക്കുന്നുമില്ല, കേട്ടപ്പോൾ അയാൾക്ക് ഒരു 2 കിട്ടിയത് തരക്കേടില്ല എന്ന് തോന്നി. അപ്പൊ അത് ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഭാഗ്യലക്ഷ്മി ഏതോ സ്ത്രീകളെ പറ്റി പറഞ്ഞതിനുള്ള വൈരാഗ്യത്തിന് പോയി ഭാഗ്യലക്ഷ്മിയും കൂട്ടരും പോയി തല്ലിയെന്നാണ്. അങ്ങനെയല്ല, അവരെ പറ്റിയും ഇതിൽ പരാമർശമുണ്ട്, അവരെ പറ്റിയും വ്യംഗ്യമായ സൂചനയുണ്ട് എന്നാണ് മനസ്സിലായത്. അപ്പം സ്വന്തം കാര്യം വന്നപ്പോൾ ദേഷ്യം വന്നു. നാച്ചുറലി അതിനുള്ള എല്ലാ അവകാശം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ പറ്റി ഒരാൾ തെറി പറഞ്ഞാൽ തിരിച്ചു തെറി പറയാനോ അല്ലെങ്കിൽ ഒരു 2 പൂശ് കൊടുക്കാനോ ഉള്ള സ്വാതന്ത്ര്യം മിക്കവാറും ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് ഇവര് ഉപയോഗിച്ച പോലെ തോന്നി. ഇതില് തോന്നുന്നത് അതിലെ നിയമം കയ്യിലെടുത്തത് ശരിയാണോ, വനിതകൾക്കെതിരെ ഇങ്ങനെയൊക്കെ എഴുതിയത് ശരിയാണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓർക്കുന്ന ഒരു കാര്യം, ഇതേപ്പറ്റി ഓർക്കുന്നത്, ഈ ഇബ്സന്റെ നാടകത്തില് ആ നോറ ഭർത്താവിന്റെ മുന്നില് വാതിൽ കുട്ടിയടച്ചപ്പോൾ ഓൾ യൂറോപ്പ് മൊത്തം ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് അവർ ഇറങ്ങിപ്പോവുകയാണ്, ഭർത്താവിന്റെ വാതിൽ കുട്ടിയടച്ച്. ഇവർ ഭർത്താവിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തിട്ടും ഭർത്താവ് അംഗീകരിക്കുന്നില്ല, അത് മനസ്സിലാക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ അവരാ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ അത് യൂറോപ്പിനെ മൊത്തം ഞെട്ടിച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഈ ഭാഗ്യലക്ഷ്മിയുടെ അടിയിൽ കേരളം മൊത്തം ഒന്നും ഞെട്ടിയിട്ടുണ്ട്. അതാണ് അതിലെ സുപ്രധാനമായ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും കേരളത്തില് ഈ തമിഴ്നാട്ടിലൊക്കെ പോലും സ്ത്രീകളെ ബഹുമാനിക്കുന്ന അത്രയും നമ്മുടെ നാട്ടിൽ ബഹുമാനിക്കുന്നില്ല എന്നുള്ള ഒരു സ്ഥിതിയുണ്ട്. പണ്ട് മുതലേ ഉള്ള ഒരു കാര്യമാണ്. അതിൽ പ്രധാനമായ ഒരു കാര്യം നമ്മുടെ ഈ കേരളത്തിലിപ്പം നിലനിന്നു വരുന്ന ഒരു ആർത്തി, ഗ്രീഡ്, കിട്ടുന്നതെല്ലാം അല്ലെങ്കിൽ കിട്ടാത്തതെല്ലാം കൂടെ നമുക്ക് വേണം, അതും ഇതും എല്ലാം വേണം എന്നുള്ള ആർത്തി, കിട്ടുന്നതിൽ തൃപ്തിയില്ലാത്ത ഒരു അവസ്ഥ. ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നാണ് ഇതൊക്കെ കൂടുതലും ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പം തമിഴ്നാട്ടിലോ കർണാടകയിലോ അല്ലെ ആന്ധ്രയിലോ ഒന്നും ഇതുപോലുള്ള ഒരു ആർത്തിയില്ല. ഒരാൾ ഒരു കാര്യം ചെയ്താൽ അവനെ ഭരിച്ചു താഴെയിടാനോ അല്ലെ അവനോട് അസൂയപ്പെടാനോ അത്രയ്ക്ക് അവിടെ ഇല്ല. അത് പലപ്പോഴും നമ്മള് ഈ കോളേജ് അഡ്മിഷന് വേണ്ടിയിട്ടൊക്കെ മെഡിക്കൽ കോളേജ് അഡ്മിഷനൊക്കെ വേണ്ടിയിട്ട് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടുത്തെ ആളുകൾ പറയാറുള്ളതാണ്, നിങ്ങളുടെ അവിടെ എന്തെങ്കിലും ചെയ്താൽ ഉടനെ ആളുകൾ അസൂയയായി അതിനെതിരെ പ്രശ്നമായി. ഇവിടെ അതില്ല, ആ അസൂയയില്ല. ഒരുത്തൻ ഉയർന്നു പോകുന്നെങ്കിൽ അവന് ഉയർന്നു പോകുന്നു, അവന്റെ മിടുക്ക്, അതിനോടൊരു അസൂയ ആ സ്ഥിതിയില്ല. പക്ഷെ കേരളത്തിലതല്ല. അസൂയയും അവനെ എങ്ങനെ തകർക്കാം, അവനേക്കാൾ എങ്ങനെ നമ്മൾ വലുതാകാം, ആ രീതിയിലാണ് കേരളത്തിലെ മനുഷ്യൻ ചിന്തിക്കുന്നത്. അപ്പൊ ആ ഗ്രീഡ്, ആ ഒരു ചിന്താഗതി തീർച്ചയായിട്ടും മാറ്റേണ്ടതാണ്. സ്ത്രീകളോടുള്ള ആ സമീപനത്തിനും അത് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ഈ ഭാഗ്യലക്ഷ്മിയുടെ കാര്യത്തില് അവരെ ആക്ഷേപിക്കുന്നു എന്നതുകൊണ്ട് കൂടിയാണ് അവർ തീർച്ചയായിട്ടും വന്ന് ഇയാളെ ആക്രമിക്കുന്നത്. അത് അങ്ങനെ ആയാലും വ്യക്തിപരമായാലും അല്ലെങ്കിൽ പോലും സ്ത്രീകൾക്ക് ഒരു ശാക്തീകരണം വരുത്തിയ ഒരു സംഭവമാണിത്. ഇപ്പം ബസ്സിലിരുന്ന് ഒരുത്തൻ ചൊറിയുന്നു, ഒരു സ്ത്രീയെ ചൊറിയുന്നു. അപ്പൊ അതുകൊണ്ട് കണ്ടുകൊണ്ട് നിൽക്കുന്ന മറ്റു സ്ത്രീകളുണ്ടാവും, അവരും മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സംഭവം വന്നപ്പോൾ അവരും സംഘടിപ്പിച്ച് ഇവനിട്ട് 2 കൊടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ആ വലിയൊരു മാറ്റമാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. വലിയൊരു മാറ്റത്തിനുള്ള ഒരു തുടക്കമായിരിക്കാം ഭാഗ്യലക്ഷ്മിയും കൂട്ടരും ചെയ്തത്. അവര് അതൊന്നും ഉദ്ദേശിച്ചായിരിക്കില്ല ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ സ്ത്രീകൾക്ക് ഒരു ശാക്തീകരണം വരുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതിലവർ നിയമം കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു സ്ഥിതിയുണ്ട്. ഈ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ എഴുതിയാൽ ഈ പോലീസ് എന്തോ ചെയ്യാനാ? എത്ര പേർക്കെതിരെ കേസെടുക്കുക, എത്ര പേരെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റും, എത്ര പേരെ പിടിച്ച് എന്ത് ചെയ്യാൻ പറ്റും?
അപ്പം അമേരിക്കൻ സിസ്റ്റത്തിനനുസരിച്ച് നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വല്ലതും നമ്മളെ അപമാനിക്കുകയോ ആക്ഷേപിക്കുകയോ ഒക്കെ ചെയ്താൽ പോലീസിന്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല. ഇവിടെ അതൊരു ക്രൈമല്ല. നേരെ മറിച്ച് നമുക്ക് നഷ്ടപരിഹാരത്തിന് സിവിൽ കേസ് കൊടുക്കണം, കോടതിയിൽ പോയി കേസ് കൊടുക്കണം. ഇന്ത്യയിൽ അത് ക്രൈമായിട്ട് കണക്കാക്കിയിട്ട് പോലീസ് കയറി ഇടപെടും. അപ്പൊ പോലീസാണ് തീരുമാനിക്കുന്നത് ഏതാണ് നിയമവിധേയം അല്ലെങ്കിൽ നിയമവിധേയമല്ലാത്തത്, ഏതാണ് വ്യക്തി സ്വാതന്ത്ര്യം, ഏതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. അപ്പൊ അതൊരു കഷ്ടം തന്നെയാണ്. പോലീസ് അല്ലാതെ തീരുമാനിക്കേണ്ടിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് ഈ അനുഭവിക്കുന്ന ആളുകൾക്ക് അത് പ്രതികരിക്കാനുള്ള ഒരു കാര്യം കൂടെ വരുമ്പോൾ എഴുതുന്ന ആളുകൾ ശ്രദ്ധിക്കും. അതായത് അടി കിട്ടും, ഇങ്ങനെയൊക്കെ എഴുതിയാൽ ചിലപ്പോൾ അടി കിട്ടുമെന്നുള്ള ഒരു ധാരണ വന്നു കഴിഞ്ഞാൽ എഴുത്തിൽ വളരെ ഭേദം വരും. ഇപ്പൊ നമുക്കറിയാം, പിന്നെ അമേരിക്കയിൽ പലയിടത്തും ആളുകൾ വളരെ ശാന്തരും മര്യാദക്കാരുമാണ്. കാരണം എന്താ? പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ? അവന്റെ കയ്യിൽ തോക്ക് കാണും. അവനോട് കയറി ഉടക്കാൻ പോയാൽ, ചൊറിയാൻ പോയാൽ ചിലപ്പം തിരിച്ച് കിട്ടുന്നതായിരിക്കും. പലപ്പോഴും ഈ ഒരു ഡിറ്ററന്റ്, നമുക്കറിയാം ന്യൂക്ലിയർ ബോംബ് ഉണ്ടെങ്കിൽ വേറൊരുത്തൻ നമ്മുടെ അടുത്ത് കളിക്കാൻ വരികയില്ല എന്ന് പറഞ്ഞ പോലെ, ഒരു ഡിറ്ററന്റ് എന്ന് പറഞ്ഞ പോലെ തിരിച്ചടി കിട്ടുമെന്നുള്ള ഒരു പേടി വന്നാൽ, അപ്പൊ ആ ഒരു പേടി കേരളത്തിൽ ഇല്ലായിരുന്നു. പോലീസിനെ കൊണ്ടൊന്നും വരാൻ പോകുന്നില്ല, ആരും വരാൻ പോകുന്നില്ല. അപ്പൊ വനിതകൾ സംഘടിച്ച് തല്ലും എന്നുള്ളൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ മാറ്റത്തിന് അതൊരു തുടക്കമിടും. യൂറോപ്പിൽ നോറ വാതിൽ കൊട്ടിയടിച്ചതുപോലെ കേരളത്തിൽ ഭാഗ്യലക്ഷ്മി ഇയാളുടെ കർണത്തടിച്ചതാണ് ഈ കേരളത്തിലെ മാറ്റത്തിന് തുടക്കമെന്ന് ഒരുപക്ഷെ ഭാവി കാലത്ത് എഴുതുന്ന ഒരു സ്ഥിതി പിന്നെ വരാം. പക്ഷേ വനിതകൾ സംഘടിക്കുമെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വനിതകളെ പറ്റി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ വനിതകൾ, ഒരു വനിതയ്ക്ക് വേറൊരു വനിതയെ ഒരിക്കലും സഹിക്കാനാവില്ലല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ എപ്പോഴും കണ്ടിരിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. 2004 തോന്നുന്നു, അന്ന് പ്രധാനമന്ത്രിയാകാൻ, പിന്നെ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നൊരു ധാരണ വന്നു. അപ്പോഴത്തേക്ക് സംഭവിച്ചത്, അന്ന് പിന്നെ അന്തരിച്ച സുഷമാ സ്വരാജ്, BJPയുടെ നേതാവ്, അവർ പറഞ്ഞു അവർ അങ്ങനെ സംഭവിച്ചാൽ അവർ തല മുണ്ടനം ചെയ്യുമെന്ന് പറഞ്ഞു, തല മൊട്ടയടിക്കുമെന്ന് പറഞ്ഞു. അന്നും അവിടെ മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയായിരുന്നു ഉമാഭാരതി. അവരാ രോഷം കൊണ്ട് ഹിമാലയത്തിലേക്ക് പോകുന്നു, ഓടിപ്പോകുന്നു ഏതാനും ദിവസത്തേക്ക്. അപ്പൊ അത്രയ്ക്ക് നേരെമറിച്ച് ഒറ്റ പുരുഷനും ആ രീതിയിൽ പ്രതികരിച്ച് കണ്ടില്ല. സുബ്രഹ്മണ്യൻ സ്വാമി പോലും, ഒരു പുരുഷനും ആ ഒരു രീതിയിൽ. അപ്പൊ ആ വനിതകൾ, ഒരു വനിത വേറൊരു വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ആ രോഷം അവിടെ കണ്ടത്. ഇത് പലപ്പോഴും വനിതകളുടെ ശാക്തീകരണത്തിനും ഈ പരസ്പരം, വനിതകൾ ഇപ്പോൾ ഒരുമിച്ച് നിൽക്കണമെന്നല്ല, പക്ഷെ എന്നാൽ പോലും ഈ പൊതു കാര്യങ്ങളിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഒരു വനിത ആക്രമിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അപഹസിക്കപ്പെടുമ്പോൾ മറ്റു വനിതകൾ അവരുടെ സഹായത്തിന് എത്തും എന്നുള്ളൊരു ധാരണ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് കുറച്ചുകൂടി ഒരു പേടി വരും, കുറച്ചുകൂടി ഒരു വ്യത്യാസം വരും. പിന്നെ അത് വലിയൊരു മാറ്റത്തിനും പിന്നെ വഴിയൊരുക്കും. കാരണം ഈ വനിതകളെ ആക്രമിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ, നമ്മുടെ വീട്ടിലുള്ള ആരെയും ആക്രമിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ പെങ്ങളെയോ ഭാര്യയെയോ മക്കളെയോ ആരെങ്കിലും ആക്രമിച്ചാൽ നമ്മുടെ വിധം മാറും. അപ്പൊ അവരും മറ്റു വനിതകളും ആരുടെയെങ്കിലും ഭാര്യയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മകളോ സഹോദരിയോ ആയിരിക്കും. ആ ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാവുന്നുമില്ല. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അതിനൊരു മാറ്റം, അല്ലെ ഒരു ചിന്തയിലെങ്കിലും ഒരു മാറ്റത്തിന് ഇത് വഴിതെളിക്കട്ടെ. അതുകൊണ്ട് ഈ വിജയ് നായർക്ക് 2 അടി കിട്ടിയതിൽ യാതൊരു കുഴപ്പമില്ല. അദ്ദേഹം അത് അർഹിക്കുന്നയാളാണ്. ഇവരെ 2 അടി കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. ഇനി കേരള പോലീസ് ഈ 2 കേസ് കൊടുത്ത് വെറുതെ സമയം കളയാതെ വേറെ വല്ല പണിയും നോക്ക്. അവർ 2 കൂട്ടരെയും പറഞ്ഞു വിട്. ഇപ്പൊ രണ്ടു കൂട്ടരുടെയും കയ്യിൽ നിന്ന് ഓരോ മാപ്പോ വല്ലതും എഴുതി മേടിച്ചിട്ട് 2 പേരോട് സ്ഥലം വിടാൻ പറ. അല്ലാതെ ഇതിന് ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്തൊരു കേസിന്റെ പുറകെ സമയം കളയരുത്. അതാണ് എനിക്ക് പറയാനുള്ളത് കേരള പോലീസിനോട്. അപ്പൊ പോലീസിന്റെ ഭാഗത്ത് വലിയ തെറ്റുണ്ടോന്നൊന്നും പറയാനില്ല. യൂട്യൂബിലുള്ള കാര്യത്തിനും ഇതിനൊക്കെ പിന്നെ പോലീസ് എന്ത് ചെയ്യാൻ പറ്റും? എത്ര കണ്ട് ചെയ്യാൻ പറ്റും? എത്ര പേർക്കെതിരെ നടപടി എടുക്കാൻ പറ്റും? അതും യൂട്യൂബിലുള്ള ഇപ്പം ഒരു കള്ളപ്പേരിലായിരുന്നെങ്കിലോ, പിന്നെ വേറെ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടായിരുന്നെങ്കിലോ. അപ്പൊ അത് അവഗണിക്കുക എന്നുള്ളതാണ് ആ രീതിയിൽ പോലീസിനെ സംബന്ധിച്ചോളം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. ഇതില് നിയമം കയ്യിലെടുത്തു എന്ന് പറയാനായിട്ട് അത്ര വലിയ നിയമം കയ്യിലെടുക്കലൊന്നുമില്ല. ഇതൊരു റിയാക്ഷൻ അത്രയും കണക്കാക്കിയാൽ മതി. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ തിരിച്ചും കിട്ടും എന്ന് പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത്രയുമാണ് ഇന്നത്തെ തരികിടയിൽ നമ്മൾ ചിന്തിക്കുന്നത്. എന്തായാലും ഈ ജട്ടി വിവാദം നല്ലൊരു മാറ്റത്തിന് തുടക്കമാവട്ടെ. ഇനി മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത ദിവസം സന്ധിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ വിമർശനങ്ങൾക്ക് വളരെ സ്വാഗതം. കാരണം വിമർശനങ്ങളാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ editor@eMalayali.com. എല്ലാവർക്കും നമസ്കാരം. Spectrum Auto Sales. One-stop shop exceeding perfection. Brand names, brand value, brands of the world. Spectrum Auto Sales. Guaranteed credit approvals.
Large selection of pre-owned vehicles. All brands and makes. www.spectrumautosols.com. Visit our 11,000 square feet facility at 175 South Route 303, West Nyack, New York 1-845-348-7777. The new owner at Toyota City in Mamaroneck. Welcome to Toyota City, Westchester County's newest Toyota dealership. We're a family-owned and operated business, looking forward to serving this community for many years to come. And since we took over, all we've tried to do is base our business on three things. Transparency, every deal will be totally transparent. Efficiency, we've made many investments to technology, to processes here, so that our customers will never waste time, waste money. Respect, we want to respect your time, and we want to make sure that we get you in and out as fast as possible. Our service department is the largest in Westchester County. Hi, my name is Jerry Thomas. We welcome you to Toyota City. We are a brand new dealership located in Mamaroneck, New York. मैं आप सबको टोयोटा सिटी मैमरोनिक में स्वागत करता हूँ Toyota City ലേക്ക് സ്വാഗതം. ഇത് നിങ്ങളുടെ dealership. and we are here for you. We're the only Toyota dealership in Westchester County that offers loaner cars every time you come for service. Come see us. You're going to see why everyone is saying, I love this city.